ഹലോ ദിനേശ് ചേട്ടാ, ചായക്കമ്മ കോഴിക്കാല് ഉണ്ടാക്കിയിട്ടുണ്ട്, തിന്നൂലേ? ഐ കൊള്ളാലോ. കോഴിക്കാലിൻ്റെ കൂടെ എന്തിട്ടാ കഴിക്കാൻ? കോഴിക്കാലും ചായയും. കോഴിക്കാല് മാത്രോ? കോഴിക്കാലും ചായയും നല്ല സൂപ്പർ ടേസ്റ്റാ. ദിനേശ് ചേട്ടനെ അറിയാത്തോണ്ടാന്ന്. എന്തിട്ട് കോമ്പിനേഷനാണാവോ കോഴിക്കാലും ചായയും? രണ്ട് പൊറോട്ട വാങ്ങിച്ചാലോ? പൊറോട്ട കൂടി കോഴിക്കാല് പിടിക്കാം, ഉഷാറാവട്ടെ. എന്തിട്ടാ വേണ്ടേ? മോനെത്തിയാ? ഞാൻ നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ കോഴിക്കാല് ഉണ്ടാക്കിയിട്ടുണ്ട്. വേഗം കാലുമൂടെല്ലാം കഴിക്കിട്ട് വാ, നമുക്ക് തിന്നാലാ. ഐ കോഴിക്കാല് കഴിക്കാൻ എന്തിട്ടാ മൂട് കഴുകണേ? ഓരോരോ കൾച്ചറോളെ. മോനെ, കാലും മൂടും കഴുകി ഇറങ്ങിയാ? കോഴിക്കാല് എടുക്കട്ടെ? ഡിയെ, എൻ്റെ അമ്മ പറയണ കേട്ടാ, കോഴിക്കാല് കഴിക്കാൻ മൂട് കഴുകണത്രേ. കോഴിക്കാല് കഴിച്ചിട്ട് വയറ്റിന് പിടിച്ചില്ല വെച്ചാ അതിനുശേഷം മൂട് കഴുകണല്ലേ ലാഭം. എന്തെന്ന്? തേങ്ങ. എൻ്റെ അമ്മ എന്നോട് മൂട് കഴുകാൻ പറഞ്ഞു. ദിനേശ് ചേട്ടാ, മൂട് എന്ന് പറഞ്ഞ പാക്കല്ല, മുഖം എന്നാ അർത്ഥം. നീയേ കളിക്കല്ലട്ടാ. കാലും മുഖവും കഴുകിയിട്ട് വരാനാ പറഞ്ഞേ. എൻ്റെ അമ്മയുടെ വാക്ക് കേട്ടിട്ടാണ് ആ തണുത്ത വെള്ളത്തിൽ ഞാൻ എൻ്റെ മൂട് കഴുകിയത്. മോനെ, കോഴിക്കാല് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഉവ്വ. എടുത്തു വെച്ചിട്ടാ? ചോദിക്കട്ടെ. ആണേ, ഇവൻ എന്തിനീ പൊറോട്ട മേടിച്ചിട്ട് വന്നിനി? പൊറോട്ടയാ? അറിയില്ലോ. ഡിയേ, ഇതെന്തിട്ട സാധനം? കോഴിക്കാല്. ഇതാ കോഴിക്കാല്? ആ, ഇത്താ കോഴിക്കാല്? കണ്ണൂരിൽ ഇതിന് കോഴിക്കാല് എന്നാ പറയാ ദിനേശ് ചേട്ടാ, അല്ലേ അമ്മ? മോനെ, ഇത് കണ്ണൂരിലൊരു മെയിൻ പലഹാരാന്ന്. എന്തിട്ട സാധനം? നിങ്ങളുടെ നാട്ടിലെ ഈ കോഴി ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്തിട്ട സാധനം? എന്റെ ദിനേശ് ചേട്ടാ, ഇതൊരു ബേക്കറി സാധനമാണ്. നമ്മളെ കണ്ണൂരിലെല്ലാം ഭയങ്കര ഫേമസ് ആണിത്. എന്തിട്ടൊക്കെയാണ്? അല്ല മോനെ, മോനെന്തിനീ പൊറോട്ട മേടിച്ചിട്ട് വന്നിനി? നിങ്ങളുടെ നാട്ടിൽ ഇതിന് പൊറോട്ട എന്നാണല്ലേ വിളിക്കുക? ഞങ്ങളുടെ നാട്ടിലെ ഇത് ബീഫ് റോസ്റ്റ് ആണ്. ചിലപ്പോ ആയിരിക്കും. ഇവരെ ഭാഷയൊന്നും ചിലപ്പോ ഒന്നും മനസ്സിലാവൂല. ശരിയാണല്ലോ. മമ്മൂട്ടിക്കൊക്കെ എന്തിട്ടാ ജൂയിച്ചവളുടെ മൂടുപടം? ഇതാത്താവാൻ വഴിയില്ലട്ടാ. മമ്മൂട്ടിക്ക് ഡീസൻ്റ് ആണ്. ലോജിക്കലി ആലോചിച്ചാൽ മൂഡ് എന്ന് പറഞ്ഞാൽ മറ്റേതാവാനുള്ള ചാൻസ് കുറവാണ്. നമ്മുടെ ഭാഷയിലും ഉണ്ട് പ്രശ്നങ്ങൾ. ചുമ്മാ അവരെ പറഞ്ഞിട്ട് എന്തിട്ടാ കാര്യം? താത്തല്ല സാധനം. ഡിയെ, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു, ആ ഷിഹാബിന്റെ കടയിൽ പൊട്ട സാധനങ്ങളാണ്. ഒന്നല്ല, ഓൻ നമ്മളെ കണ്ണൂർക്കാരനാ. ഓൻ എനിക്ക് എപ്പോഴും നല്ല ഡിസ്കൗണ്ടിലുള്ള സാധനങ്ങളെല്ലാം തരും. പഴയ സ്റ്റോക്കുകളാണ്, അതാണ് ഡിസ്കൗണ്ട്. ഓ പിന്നെ, ഈ മാങ്ങ നോക്കിയതിനു ചേട്ടാ, നല്ല ബെസ്റ്റ് മാങ്ങയാണ്. നല്ല ബെസ്റ്റാന്ന് മീൻകറിയിൽ ഇട്ടാല്, അറിയാ? തേങ്ങയാണ്. മാങ്ങയും തേങ്ങയും തിരിച്ചറിയാത്തവരാണ് നല്ല സാധനത്തിനെ കുറിച്ച് പറയും. ഈ ഓറഞ്ച് ഉണ്ട് ദിനേശ് ചേട്ടാ, നല്ല തായ്ലൻഡ് ഓറഞ്ചാ. ഇതിന്റെ മധുരം എന്ന് അറിയാം ദിനേശ് ചേട്ടന്? തേങ്ങയാണ്. അത് തേങ്ങയല്ല, ഓറഞ്ചാണ് പൊട്ടാ. അമ്മ എന്തിട്ടാ പറഞ്ഞേ? അല്ല, അത് ഓറഞ്ചാന്ന് പറയുന്നു. ആ, ഈ പഴം കണ്ടോ ദിനേശ് ചേട്ടാ, നല്ല പഴുത്ത ഫിലിപ്പിന് പഴയത്. തേങ്ങയാണ്. പറ്റിച്ചു. എന്തിട്ട് തേങ്ങ നാളേരം പറ്റിച്ച
അല്ല മോനെ, ഈ എല്ലാ സാധനത്തിനും തേങ്ങ പറഞ്ഞിട്ട് തേങ്ങക്കാന്നാ നീ പറയുന്നത്? എന്നാ നീ പറഞ്ഞ നാളിയാ? എന്നാന്ന്? നാളേരം. അപ്പൊ അത് തേങ്ങയല്ലേ? തേങ്ങ. അതാ തേങ്ങ. മോനെ, ഇന്നാ പള്ളക്കത്തെ സീന വന്നിനി. പള്ളക്കേ? ആ പള്ളക്ക ഫ്ലാറ്റിലെ അടുത്ത ഫ്ലാറ്റിലെ സീനാണോ? അടുത്ത. ആ മനസ്സിലായ? അടുത്ത സീന. ഓ, മനസ്സിലാക്കില്ലേ പറ്റുള്ളൂ, ജീവിക്കണ്ടേ. നമ്മള് മൂന്നാള് ഇരുന്ന് വിഷം പറയലേനു. എന്നിട്ട് ഞാൻ നോക്കൂ കുടിക്കാൻ ചായന്റെ വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയവരുണ്ടല്ലോ. പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ ഇവളിരുന്ന് വൈരം കൊടുക്കുന്നു. വൈരം കൊടുക്കേ? ആടോ ചോദിച്ചിട്ട്? ആരോടാ ചോദിക്കണ്ടേ? ഈ ബയറ്റിലുണ്ടാവുമ്പോ മൂഡ് സ്വിങ് ഉണ്ടാവും. തേങ്ങയുടെ മൂഡ് സ്വിങ്? മൂഡ് സ്വിങ് പറഞ്ഞാ എന്തിട്ടാ വൈരം എടുത്ത് കൊടുക്ക? അതങ്ങനെ ഉണ്ടാവപ്പാ. ഇവള് ഏച്ചിക്കും ഉണ്ടായിനി. കൊള്ളാലോ പരിപാടി. നിങ്ങളുടെ നാട്ടിലത് നോർമലായിരിക്കും. നമ്മുടെ തൃശ്ശൂരെങ്ങാനും കാരണന്മാരറിഞ്ഞാലുണ്ടല്ലോ നല്ല പെടയാ കിട്ടും. എന്നാ പറയണ്ടേ, കാണുമ്പോ പാവം തോന്നുന്നു. പിന്നെ പാവം. ആരാ രാജ്ഞിയ വീട്ടിൽ വരണവർക്ക് വൈരം എടുത്ത് കൊടുക്കാൻ? മോനെ ഒരു മിനിറ്റ്, ഞാനിപ്പം വരാ. ഈ സീനയാള് കൊള്ളാട്ടാ. ശരിയല്ലല്ലോ, ആകെ 2 ഡയമണ്ട് റിങ്ങുണ്ട്, അതെടുത്ത് അവക്ക് കൊടുത്ത പിന്നെ എന്തിട്ടാ ഇവിടെ? അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഹലോ, സന്ദീപല്ലേ? ദിനേശനാണ്, 104. നിന്റെ വൈഫ് സീനയാള് കൊള്ളാട്ടാ. ഇങ്ങനെ നനഞ്ഞോടം കുഴിക്കണ ആളുകളെ ഞങ്ങളുടെ നാട്ടിൽ വേറെ പേരാ വിളിക്കും. പിന്നെന്തിട്ടാ? മോനെ എന്തിട്ടാ കാര്യം? മോനെ ഓളിതായിരുന്നു വൈരം കൊടുക്കുന്ന. എന്തിട്ടാ ഈ വൈരം? ഇതന്നെ. ഇത്താ വൈരം? ഇത്താ വൈരം? മൂഡ് സിംഗാന്ന്. എന്തിട്ട് ഒരു ജാതി. എന്തെന്ന്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. നീ അങ്ങ് വലിയ മുന്തിയ ജാതിയാന്നല്ല, ആദ്യം നല്ല മനുഷ്യനാവിടാ, എന്നിട്ടുണ്ടാക്കി ഈ നിലയും വലിയും. എന്തിട്ടാ ഈ തള്ള പറഞ്ഞിട്ട് പോണേ? സന്ദീപ് ഹലോ സന്ദീപേ, എന്തിട്ടാ? ഹൗ ആർ യു? വേറെ പേരാ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. തോന്നിയതാവും. പറഞ്ഞ ഞാനല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലാന്നേ. തോന്നിയതാവും. പറഞ്ഞിട്ടില്ലാന്നേ. സീന നല്ല പേരല്ലേ? ഞങ്ങളുടെ നാട്ടിലെ സീന തന്നെയാണ്. പിന്നെന്തുട്ടാ വേറെ പേര്? ഇത് മറ്റേതാണ്, സന്ദീപിന്റെ മൂഡ് സിംഗാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലാന്നേ, തോന്നിയതാവും. തള്ളയും മോളെ ആളെ കൊല്ലിക്കൂട്ടാ.